ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു വീഡിയോ ട്രാൻസിഷനാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടി പോകുന്നത്. Alightmotion എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ട്രാൻസിഷൻ നമ്മളിന്ന് റീക്രിയേറ്റ് ചെയ്യേണ്ടി പോകുന്നത്. റീസെൻ്റ്ലി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ട്രാൻസിഷൻ റീമേക്ക് ചെയ്യാനായിട്ട്. സോ ആ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള റീൽസും കണ്ടൻസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിലായിട്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഓവർലൈസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, മ്യൂസിക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്ട്സ് ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഫക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരുപാട് എഫക്ട്സ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാനിവിടെ ഹോട്ടിൽ വന്നിട്ട് ടിൽറ്റ് 2 എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിലോട്ടും ആ ഒരു ടിൽറ്റ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ബാക്ക് വരിക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഓവർലൈസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓവർലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓവർലൈസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫിൽറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള ഫിൽറ്റേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിൽറ്ററും കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ക്യാൻവാസ് വരുന്നുണ്ട്, ടെക്സ്റ്റ് എഫക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആദ്യം നിങ്ങൾ Alightmotion ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 4:5 എന്ന റേഷ്യോ ആണ്. ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത്. ലാഗ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ലെയേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ട്രാൻസിഷൻ വരേണ്ട ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബീറ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ 2 ഓവർലേസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഒന്ന് ഒരു പാർട്ടിക്കൽ ഓവർലേ ആണ്, രണ്ടാമത്തേത് ഒരു ഹാൻഡ്സിൻ്റെ ഓവർലേ ആണ്. നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ 2 ഓവർലേസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ പാർട്ടിക്കൽ ഓവർലേ ഇമ്പോർട്ട് ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റ് ആണെങ്കിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ബീറ്റിൽ വന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ഓവർലേ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് അൺഹൈഡ് ചെയ്യാം. രണ്ടാമത്തെ ഓവർലേ, അതായത് ഹാൻഡിൻ്റെ ഓവർലേ, രണ്ടാമത്തെ ബീറ്റ് നമ്മളിപ്പോൾ ബീറ്റ് മാർക്ക് ചെയ്തിട്ടില്ല, അവിടെ വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റ് ആണെങ്കിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. രണ്ടാമത്തെ മാർക്കിൽ വന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അറേഞ്ച് ചെയ്ത് വെക്കുക. ഫൈൻ. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ക്ലൗഡിൻ്റെ PNG ഇമേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ മാർക്കിൽ വന്നിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒന്നാമത്തെ ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ക്ലൗഡ്സും ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ക്ലൗഡ് ഓവറിൽ സെലക്ട് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ പൊസിഷനിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ പൊസിഷനിൽ വന്നിട്ട് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ആനിമേഷൻ കിട്ടും. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നൾ ഒബ്ജക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, നൾ ഒബ്ജക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ മാർക്കിൽ വന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ലെയേഴ്സും നമ്മൾ, അതായത് നമ്മുടെ ഈ ഒരു ലെയർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും, അതായത് ഈ നൾ ഒബ്ജക്റ്റിൻ്റെ അടിയിലുള്ള എല്ലാ ലെയേഴ്സും നമ്മൾ ഈ ഒരു നൾ ഒബ്ജക്റ്റ് ഒന്ന് പാരൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് അവസാനത്തെ ലെയർ, അതായത് എല്ലാ ലെയേഴ്സും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പാരൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നൾ ഒബ്ജക്റ്റ് ആയിട്ട് പാരൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ ലെയേഴ്സും നിങ്ങൾ ചെയ്യുക. ഫൈൻ. ഇപ്പം നമ്മൾ എല്ലാ ലെയേഴ്സും ഈ ഒരു ലെയർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും നൾ ഒബ്ജക്റ്റ് ഒന്നുമായിട്ട് പാരൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു നൾ ഒബ്ജക്റ്റും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നൾ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ നൾ ഒബ്ജക്റ്റ് 2 എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അവസാനത്തെ ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് നൾ ഒബ്ജക്റ്റ് 1 സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നൾ ഒബ്ജക്റ്റ് 2 പാരൻറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ ആ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ ലെയർ സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുക, ബേസിക് ആയിട്ടുള്ളത്. ഞാനിവിടെ ഒരു സ്കെയിൽ ട്രാൻസിഷൻ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നൾ ഒബ്ജക്റ്റ് 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നാണ് നമുക്കിനി ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. സോ ആ ഒരു ബീറ്റ് മാർക്കിൽ വന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുക. റൊട്ടേഷനിൽ നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യണം, അതേപോലെ തന്നെ സ്കെയിലും നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് സ്കെയിലിൽ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു ആനിമേഷൻ നമുക്ക് അത്ര മതി, അതുകൊണ്ടാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഹാൻഡിൻ്റെ കട്ട് ചെയ്ത് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ അത്രയും കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. സോ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മളൊരു ഗ്രാഫ് ആഡ് ചെയ്യണം. ഈ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക, നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ റൊട്ടേഷനിൽ വന്നിട്ട് ഇതേപോലെ ആ ഭാഗത്ത് തന്നെ ആയിട്ട് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ കീ ഫ്രെയിമിൽ ജസ്റ്റ് ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ഒരു 206 അല്ലെങ്കിൽ 200. അതിനുശേഷം ഈ 2 കീ ഫ്രെയിംസിന് നടുവിലായിട്ട് വന്നിട്ട് ഗ്രാഫ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഗ്രാഫിനെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫൈൻ. സോ ആ കാര്യവും നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നൾ ഒബ്ജക്റ്റ് 2 സെലക്ട് ചെയ്യുക. അവസാനത്തെ ട്രാൻസിഷൻ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നൾ ഒബ്ജക്റ്റ് 2 സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുക, സ്കെയിൽ ക്ലിക്ക് ചെയ്യുക. 2 കീ ഫ്രെയിംസ്, സ്റ്റാർട്ടിങ്ങിലൊരു കീ ഫ്രെയിം, അവസാനം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൂം ചെയ്ത് കൊടുക്കുക. ഫൈൻ. ഇനി ആ ഒരു കീ ഫ്രെയിം ഡ്രാഗ് ചെയ്ത് കൊടുക്കുക എൻഡിങ്ങിലോട്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഫൈൻ. ഇനി ഇതേ രീതിയിൽ തന്നെ റൊട്ടേഷനിലും 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം 200 ആക്കി കൊടുക്കുക. ഓക്കെ. ഇനി ആ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് അവസാനത്തെ കീ ഫ്രെയിം എടുത്തിട്ട് എൻഡിങ്ങിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രാഫ് ആഡ് ചെയ്യുക. ഫൈൻ. ഓക്കെ ഫൈൻ. സോ ആ ഒരു കാര്യം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഹൈഡ് ചെയ്ത ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അൺഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്പോഴും നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയില്ല. കാരണം ആ ഒരു പർട്ടിക്കുലർ ഓവറിലെ ജസ്റ്റ് ഒന്നും കൂടി നമുക്കൊന്ന് വരുത്താനുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ പർട്ടിക്കുലർ ഓവറിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ടൈൽസ് ഓപ്ഷൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഫൈൻ. അപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഓവറിലെ സ്ക്രീൻ മൊത്തത്തിൽ വന്നിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. സോ അത് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിൽ ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് രണ്ടാമത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നിട്ട് സ്കെയിലിൽ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഒന്നാമത്തെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. റൊട്ടേഷനിലും 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാമത്തെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് ഓക്കെ. സോ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലും ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന രീതിയിലുണ്ടാവും കാണാനായിട്ട്. ഓക്കെ ഫൈൻ. ഇനി കുറച്ചും കൂടി ഒരു ഡെപ്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു 0 മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ചെരിച്ച് കൊടുക്കുക, ഒരു 7 ആക്കി കൊടുക്കുക. അതിനുശേഷം സ്കെയിലിൽ വന്നിട്ട് 0 മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈൻ. അപ്പോൾ ആ ഒരു കാര്യം നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ട്രാൻസിഷൻസ് എല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് ടൈൽസ് ഓപ്ഷനും അതേപോലെ തന്നെ മോഷൻ ബ്ലറും ആഡ് ചെയ്ത് കൊടുക്കാം. സോ മോഷൻ ബ്ലറിന് ജസ്റ്റ് ഒരു സെറ്റിങ്സ് ഉണ്ട്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. മോഷൻ ബ്ലർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 30 ഒക്കെ മതി. ഒരു 50 ഒക്കെ ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്ലറായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് കുറച്ച് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ 30 or 20 സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക ആ ഒരു മോഷൻ ബ്ലർ. ഓക്കെ. ടൈൽസ് ഓപ്ഷനും ആഡ് ചെയ്ത് കൊടുക്കുക.
ഫൈൻ. സോ ആ കാര്യം നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിൽ തന്നെ എക്സ്പോഷറും കൂടി ഒന്ന് കുറച്ചുകൂടി ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് എക്സ്പോഷറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈൻ. സോ കുറച്ചുകൂടി ഡെപ്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക, 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ബീറ്റിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും അടിപൊളിയായിട്ട് നമുക്ക് ലെയർ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. മുകളിലായിട്ട് വന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ. സോ നമുക്കിവിടെ ആ ഒരു ലെയർ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫൈൻ. ഇനി നമുക്ക് ഒന്നാമത്തെ ലെയറിൽ തന്നെ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നാമത്തെ ലെയറിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നേരത്തെ കോപ്പി ചെയ്ത മോഷൻ ബ്ലർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫൈൻ. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെപ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിനും ആ ക്ലൗഡിനും ഒക്കെ ഒന്ന് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡെപ്ത് ഉണ്ടാവും. ഇനി കുറച്ചും കൂടി ഒരു ഡെപ്തിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടൊരു എക്സ്പോഷർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ട് ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്പോഷർ ക്ലിക്ക് ചെയ്യുക. എക്സ്പോഷറിൽ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. നടുവത്തെ കീ ഫ്രെയിമിൽ വന്നിട്ട് എക്സ്പോഷർ കൂട്ടി കൊടുക്കുക. ഫൈൻ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ഇവിടെ അലൈറ്റ്മോഷനിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്ട് ഫയലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. സോ താല്പര്യമുള്ള മടിയന്മാരുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു പ്രൊജക്ട് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. അലൈറ്റ്മോഷൻ്റെ ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.